ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാർ ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത് വാഹനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കയറ്റം ഏത് ഗിയറിൽ നമ്മൾ കയറുന്നോ ആ ഗിയറിൽ ഇറക്കമിറങ്ങണം. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കാരണം വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് എപ്പോഴും സംശയമാണ് കയറ്റം ഏത് ഗിയറിൽ കയറണം. ഇനി വലിയ കയറ്റങ്ങളുണ്ട്, ചെറിയ കയറ്റങ്ങളുണ്ട്. അപ്പോൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ ഏത് ഗിയറാണ് ഇടേണ്ടത് എന്നുള്ള ഒരു സംശയം വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ വാഹനങ്ങൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറിയ കയറ്റങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്ത് കയറേണ്ട ആവശ്യമുണ്ടോ, സെക്കൻഡ് ഗിയറിൽ കയറി പോകത്തില്ലേ എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഒന്ന് മനസ്സിലാക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ വാഹനം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ എൻ്റെ ഫോൺ നോക്കിയിട്ട്, കമൻറ്റ് നോക്കിയിട്ട് അതിനുള്ള കുറച്ച് ഉത്തരം കൂടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. എന്തായാലും വാഹനം ഉപയോഗിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഇന്നത്തെ വീഡിയോ ഗുണമാകും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കയറ്റം ഏത് ഗിയറിൽ കയറുന്നോ ആ ഗിയറിൽ തന്നെ ഇറക്കമിറങ്ങേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ ഇതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് രണ്ടാണ്. അതായത് പുതിയ വാഹനമായിക്കോട്ടെ, പഴയ വാഹനമായിക്കോട്ടെ. ഇപ്പം നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ് നമ്മൾ കയറുന്നത്. അതായത് ഒരു ഹിൽ ഏരിയ പോലെ അത്തരത്തിൽ ഉള്ള ഒരു മലമുകളിലേക്കാണ് നമ്മൾ വണ്ടിയുമായിട്ട് കയറുന്നത്. റോഡ് മോശമാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വാഹനം പിടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറേ പറ്റത്തുള്ളൂ. അത് പുതിയ വാഹനമാണെങ്കിലും പഴയ വാഹനമാണെങ്കിലും അത്രേ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഇറക്കമിറങ്ങി വരുന്ന സന്ദർഭങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ബ്രേക്ക് ചെയ്ത് വേണം നമ്മൾ ഇറക്കമിറങ്ങി വരാനായിട്ട്. അപ്പോൾ ഈ ഇറക്കമിറങ്ങി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യാറുള്ള ഒരു ഡ്രൈവർ ചെയ്യാറുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെഡലിൽ വെച്ചേക്കും, ചവിട്ടി താഴ്ത്തത്തില്ല. കാരണം ചിലപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ട, അതായത് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് പൂർണ്ണമായിട്ട് അമർത്തി കൊടുക്കണം. കാരണം ബ്രേക്ക് മാത്രം ചവിട്ടി നമുക്ക് വണ്ടി നിർത്താനായിട്ട് കഴിയത്തില്ല ഇറക്കത്ത്, കുത്തനെയുള്ള ഇറക്കത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ചും ചവിട്ടും. എന്നാൽ വണ്ടി പതുക്കെ അനങ്ങി തുടങ്ങുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആ ഗിയറിൻ്റെ പിടുത്തവും ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്കും കൂടെ ആകുമ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നല്ല കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങി വരാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ എല്ലാ കയറ്റങ്ങളിലും ഇത്തരത്തിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണോ? അതുപോലെ തന്നെ തിരിച്ചിറങ്ങുമ്പോൾ എല്ലാ കയറ്റങ്ങളിലും ഇത്തരത്തിൽ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങണോ? ഇതിനുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ വാഹനത്തിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പുതിയ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. കയറ്റം എന്നുള്ളത് പുതിയ വാഹനങ്ങൾക്ക് ഒരു പ്രോബ്ലം അല്ലാതായി തീർന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഗിയറിൽ കയറിക്കൊണ്ടിരുന്ന കയറ്റങ്ങൾ, അതായത് അത്തരത്തിലുള്ള കയറ്റങ്ങൾ ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ സെക്കൻഡ് ഗിയറിൽ കയറാനായിട്ട് കഴിയുന്നുണ്ട്. അത് വാഹനത്തിൻ്റെ അപ്ഡേഷനാണ്. അപ്പോൾ അത്തരത്തിൽ കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കയറ്റവും ഫസ്റ്റ് ഗിയറിൽ കയറണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ കുത്തനെയുള്ള കയറ്റത്തിന് സമാനമായിട്ടുള്ള ചില കയറ്റങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറുന്നു, പുതിയ വാഹനങ്ങളിലാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറുന്നു, പെട്ടെന്ന് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ചില കയറ്റങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കയറി പോകാനായിട്ട് കഴിയും. എന്നാൽ പഴയ വാഹനമാണ്, ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു ജീപ്പ് അല്ലെങ്കിൽ അംബാസിഡർ അല്ലെങ്കിൽ ഫിയറ്റ് പോലെയുള്ള വണ്ടി അല്ലെങ്കിൽ മാരുതി 800 പോലെയുള്ള പഴയ വാഹനങ്ങളിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ പുതിയ വാഹനത്തെ അപേക്ഷിച്ച് അത്രയൊരു വലിയ പഴയ വാഹനങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പോൾ അവിടെ പുതിയ വാഹനങ്ങൾ സെക്കൻഡ് ഗിയറിലാണ് കയറി പോകുന്നതെങ്കിൽ പഴയ വാഹനങ്ങൾ അവിടെ ഫസ്റ്റ് ഗിയറിലായിരിക്കും കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇറക്കമിറങ്ങി വരുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ അത്യാവശ്യം കുത്തനെയുള്ള ഒരു കയറ്റമല്ല ഞാൻ പറയുന്നത്, അതിനോട് സാമ്യമുള്ള ചില ഇറക്കങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ഇറക്കങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടും ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ ഈസി ആയിട്ട് തന്നെ ഇറങ്ങി വരാം പുതിയ വാഹനങ്ങളിൽ. എന്നാൽ വാഹനത്തിൻ്റെ അവസ്ഥയും അതിൻ്റെ കണ്ടീഷനും വെച്ചിട്ട് വേണം നമ്മൾ ഗിയർ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്നലെ വന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഇന്നലെയാണ് നമ്മുടെ ചാനലിൽ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, ഇനി കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതിൽ ഇപ്പോൾ ആദ്യം വന്നേക്കുന്നത് ഒരു സിനി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ സംശയം കമൻറ്റ് ചെയ്തേക്കുന്നതാണ്. വലിയൊരു സംശയം മാറി കിട്ടി, താങ്ക് യു. അതായത് കിലോമീറ്റർ സ്പീഡ് അനുസരിച്ച് ഗിയർ മാറ്റാനുള്ള സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിന് ഉത്തരം സംശയം മാറി കിട്ടിയെന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഗുണമായതെന്ന് കേട്ടതിൽ വളരെ സന്തോഷം. ഇനി അടുത്ത ഒരാൾ ചോദിച്ചേക്കുന്നതാണ് മുഹമ്മദ്
മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ, ഞാൻ 14 ക്ലാസ്സായി, ബട്ട് ഇതുവരെയും സ്റ്റിയറിംഗ് ബാലൻസ് ഒന്നും ആയിട്ടില്ല, എനിക്ക് പറ്റുന്നേ ഇല്ല, ഞാൻ ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് ആയിരിക്കുമോ, ഫ്രണ്ട് കാണുന്നില്ല, ടേണിംഗ് ഒക്കെ വരുമ്പോൾ സ്റ്റിയറിംഗ് ശരിയാകുന്നില്ല. അങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ പേരും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് എഴുതിയിട്ടേക്കുക. ഓക്കെ, അപ്പം 14 ക്ലാസ്സായി എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു 14 ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 28 ക്ലാസ് അല്ലെങ്കിൽ 30 ക്ലാസ് കൊണ്ടോ നമ്മളെ എക്സ്പെർട്ട് ആകാം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ നിരന്തരമായിട്ട് ഓടിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു ഡ്രൈവർ ആകാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഇതൊരു ബാലൻസോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട, നിരന്തരമായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഹൈറ്റിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയൊരു കുഷ്യൻ എടുക്കുക, കുഷ്യൻ ഇട്ടിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കണ്ട് ഡ്രൈവ് ചെയ്യാം. ഇനി സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ പരമാവധി വേഗത കുറച്ച് ഓടിക്കുക. അതായത് ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ഗിയർ ഇട്ടിട്ട് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് ഓടിക്കുക. കാരണം വേഗത കൂടുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടമാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഒരാൾ കമൻറ്റ് ചെയ്തേക്കുന്നു, 400K കൺഗ്രാജുലേഷൻ. 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഇന്നലെയായി. അപ്പോൾ അതിന് കൺഗ്രാജുലേഷൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യമാണ്, ലൈസൻസ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കിൽ എച്ച് ടെസ്റ്റ് എടുക്കാനായിട്ട് നിയമം വന്നോ ബ്രോ? ലൈസൻസിന് ഇപ്പോൾ ഓട്ടോമാറ്റിക്കിൽ എച്ച് ടെസ്റ്റ് എടുക്കാനായിട്ട് നിയമം വന്നോ? അത് ഫാൽക്കൺ ഖാൻ എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചേക്കുന്നതാണ്. ഇപ്പോൾ നിയമം വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ മാനുവൽ കാറിലാണ് ഇവിടെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിയമം കാണുമായിരിക്കും, എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. ഒട്ടുമിക്ക ആൾക്കാരും ലൈസൻസ് എടുക്കുന്നത് മാനുവൽ, മാരുതി 800, ആൾട്ടോ 800 പോലെയുള്ള വണ്ടികളിലാണ്. ഓട്ടോമാറ്റിക്കിൽ നിയമം വന്നോ എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിടാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്ന് ഞാൻ കമൻസിനൊക്കെ മറുപടികൾ നൽകുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.